കഴിഞ്ഞ ഏതാനും മാസം മുൻപ് ആലപ്പുഴക്കാരുടെ ആകെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു കുറുവാ സംഘം. വ്യാപകമായി മോഷണം, അതായത് 10-ലധികം വീടുകളിലാണ് കുറുവാ സംഘം ഒരേ രീതിയിൽ മുഖംമൂടി ധരിച്ചെത്തുന്ന സംഘം വീടുകളിൽ കയറി മോഷണം നടത്തിയത്. അതിൽ സന്തോഷിനെ സാഹസികമായി പോലീസ് എറണാകുളത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇവരുടെ ഒരു തുടർ അറസ്റ്റ് ഉണ്ടാകാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇവർ പലപ്പോഴും ഒരു സ്ഥലത്തെത്തി അവിടെ മോഷണം നടത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന രീതിയായിരുന്നു ഈ കുറുവാ സംഘത്തിനുള്ളത്. എന്നാൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. ചില സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരി പോലീസ് ഏതാനും ദിവസം മുമ്പ് മധുരയിലെത്തിയത്. മധുരയിൽ നിന്നാണ് കട്ടുപൂച്ചൻ എന്നുള്ള കള്ളനെ അറസ്റ്റ് ചെയ്ത്. ഇയാൾ മുൻപും അറസ്റ്റിലായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കുറുവാ സംഘം പിടിയിലായി ജയിലിൽ പോയി ഇതിനുശേഷം വലിയ വക്കീലിനെയൊക്കെ വെച്ച് കേസ് വാദിച്ച് പുറത്തിറങ്ങി വീണ്ടും മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ കുറുവാ സംഘം എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ കുലത്തൊഴിലാണ് മോഷണം എന്ന് കരുതി മോഷണം തുടരുന്ന ഒരു വിഭാഗമാണ്, തമിഴ്നാട്ടിലെ ഒരു വിഭാഗമാണ് കുറുവാ സംഘം. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അവസാനത്തെ കുറുവാ സംഘത്തിലെ പ്രതിയെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുക.